ശ്രദ്ധിക്കുക, ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും. ഹലോ ഫ്രണ്ട്സ്, ഡ്രൈവിങ്ങിൽ ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളുടെ കമൻറ്റ് ബോക്സിൽ ഒരുപാട് പേര് ചോദിച്ച ഒരു ചോദ്യം, വാട്സപ്പിൽ പല ആൾക്കാരും മെസ്സേജ് അയച്ച് ചോദിച്ച ഒരു ചോദ്യത്തിനുള്ള മറുപടിയാണ് ഇന്നത്തെ വീഡിയോയിൽ ചെയ്യുന്നത്. അതായത് നമ്മളൊരു ഫോർത്ത് ഗിയറിലൊക്കെ പോകുന്ന സമയത്ത് സാറ് വണ്ടി ഓടിച്ചപ്പോൾ, അതായത് ഞാൻ വീഡിയോ ചെയ്ത സമയത്ത് നേരിട്ട് ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുന്നത് കണ്ടു. അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ വാഹനത്തിൻ്റെ ഉള്ളിൽ ജെർക്ക് ഉണ്ടാകത്തില്ലേ? ഇനി അങ്ങനെ ഇടുകയാണെങ്കിൽ അത് ചെയ്യുന്ന ശരിയായിട്ടുള്ള വിധം ഏതാണ് എന്നുള്ള ഒരു കാര്യം ഒരുപാട് പേര് ചോദിച്ചു. തീർച്ചയായിട്ടും നല്ലൊരു ചോദ്യം തന്നെയാണ്. ഡ്രൈവിങ്ങിൽ നിങ്ങൾ ഇത് തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ടതും പ്രാക്ടീസ് ചെയ്യേണ്ടതുമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ആ വിഷയത്തെക്കുറിച്ച് പറഞ്ഞു തരാം. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളൊരു വാഹനം ഡ്രൈവ് ചെയ്യുന്ന സാഹചര്യങ്ങളിൽ നമുക്ക് ഒരു കാരണവശാലും വളരെ വേഗത്തിൽ പോകുന്ന ഒരു വാഹനത്തെ നമുക്ക് നേരിട്ട് ഫസ്റ്റ് ഗിയറിലേക്ക് ഇടാൻ കഴിയും. ഇട്ട് കഴിഞ്ഞാൽ വലിയ അപകടങ്ങൾ ഉണ്ടാകും. എന്നാൽ നമ്മൾ ചില സാഹചര്യങ്ങളിൽ വേഗത്തിൽ പോകുമ്പോൾ നമുക്ക് ഫസ്റ്റ് ഗിയറിലേക്ക് ഇടേണ്ട ഒരു സിറ്റുവേഷനും ഉണ്ട്. എന്നാൽ ഇത് ചെയ്യേണ്ടത് ഒരു പ്രത്യേക ബാലൻസോടെയാണ്. അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. നിങ്ങൾ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ രേഖപ്പെടുത്തുക. ഞാൻ ഇതേ ഫസ്റ്റ് ഗിയർ കൊടുത്ത് വാഹനം എടുക്കുകയാണ്. രണ്ട് ഉദാഹരണവും നിങ്ങളെ കൃത്യമായിട്ട് ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് ഗിയർ കൊടുത്ത് ഞാനിതേ വണ്ടി എടുക്കുന്നു. ഓക്കെ, ഫസ്റ്റ് ഗിയറിൽ ഇങ്ങനെ എടുത്തു. വീണ്ടും വണ്ടിക്ക് മൂവ് ആക്കുകയാണ്. സെക്കൻഡ് കൊടുക്കുകയാണ്. നിങ്ങൾ നോക്കുക, സെക്കൻഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. വീണ്ടും വണ്ടിക്ക് മൂവ് ആക്കി തേർഡ് കൊടുക്കുന്നു. വീണ്ടും വണ്ടിക്ക് മൂവ് ആക്കി ഫോർത്ത് കൊടുക്കുന്നു. വീണ്ടും ഞാനിത് അഞ്ചാമത്തെ ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഇപ്പം അഞ്ചാമത്തെ ഗിയറിലാണ് നമ്മുടെ വാഹനം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ നോക്കുക, ഞാൻ ആക്സിലേഷൻ കൊടുത്ത് പോവാണ്. ഇപ്പോൾ ഇതേ മുന്നിലേക്കൊരു വാഹനം ഈ ഒരു ഭാഗത്തു നിന്ന് വരുന്നുണ്ടായിരുന്നു. ഓക്കെ, ഫിഫ്ത്ത് ഗിയറിൽ ഇങ്ങനെ പോകുന്നു. നമ്മൾ ഇങ്ങനെ പോകുന്ന സാഹചര്യങ്ങളിൽ ഇവിടെ നമുക്ക് പെട്ടെന്നൊന്ന് വാഹനം സ്ലോ ചെയ്യേണ്ട ഒരു സിറ്റുവേഷനാണ് വരുന്നത്. ഈ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ബ്രേക്കേ വന്ന് വണ്ടി ഇങ്ങനെ സ്ലോ ചെയ്യുകയാണ്. നല്ല രീതിയിൽ സ്ലോ ആയി. ഇപ്പോൾ ചെറിയൊരു റണ്ണിങ് ആണ് ഉള്ളത്. ഈ ഒരു സമയത്ത് നമുക്കിതേ ചെറിയ റണ്ണിങ് നിലനിർത്തിയിട്ട് ഫസ്റ്റ് കൊടുക്കാം. നിങ്ങൾ നോക്കുക, അതിനുശേഷം ക്ലച്ചിൽ നിന്ന് കാലയച്ച് സെക്കൻഡ് ഗിയറിലേക്ക് കൊടുക്കുന്നു. ഇപ്പോൾ ഞാൻ ഫസ്റ്റ് കൊടുത്തത് എങ്ങനെയാണ്? അതായത് ഫിഫ്ത്ത് ഗിയറിൽ ആവറേജ് വേഗതയിൽ വന്നപ്പോൾ ഫ്രണ്ടിൽ ഓപ്പോസിറ്റ് മറ്റ് വാഹനങ്ങൾ വന്നു. നമ്മുടെ വണ്ടി സ്ലോ ചെയ്യേണ്ട സിറ്റുവേഷൻ വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ഫസ്റ്റ് ബ്രേക്ക് വന്ന് നമ്മുടെ വണ്ടിയുടെ റണ്ണിങ് കുറഞ്ഞു. അതായത് ഒരു 40-45 കിലോമീറ്റർ വേഗതയിൽ വാഹനം വരികയായിരുന്നു. ആ ഒരു സമയത്ത് നമ്മളുടെ വാഹനത്തിന് വേഗത കുറയ്ക്കാനായിട്ട് ബ്രേക്കേ വന്ന് നമ്മൾ പെട്ടെന്ന് വണ്ടി സ്ലോ ചെയ്തൊരു 10 കിലോമീറ്റർ താഴെ വാഹനത്തിൻ്റെ വേഗത വന്നു. ആ ഒരു സമയത്ത് വണ്ടി റൺ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. ആ ഒരു ടൈമിലാണ് ഞാൻ മെല്ലെ ഫസ്റ്റ് ഗിയറിലേക്ക് ഇട്ടത്. നമ്മളൊരു വാഹനം സ്റ്റാർട്ട് ചെയ്തെടുത്തിട്ട് ഒരു 15 കിലോമീറ്റർ 10 കിലോമീറ്ററിലൊക്കെയാണ് നമ്മൾ സെക്കൻഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത്. ആ ഒരു വേഗതയിലേക്ക് നമ്മൾ ഒരു ഫിഫ്ത്ത് ഗിയറിൽ പോകുന്ന സാഹചര്യങ്ങളിൽ ബ്രേക്ക് ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും ഫസ്റ്റ് ഗിയറിലേക്ക് ഇടാം. നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾക്ക് പിടികിട്ടിയില്ലെങ്കിൽ ഒന്നും കൂടെ ബൈക്കിലേക്കൊന്ന് പോയിട്ടൊന്ന് നിങ്ങൾ അതൊന്നും കൂടെ ഒന്ന് കേട്ട് നോക്കുക. ഓക്കെ, ഇനി നമ്മൾ നേരിട്ടിടാൻ പറ്റാത്തൊരു സാഹചര്യം ഏതാണ് അത് നിങ്ങളെ ഞാൻ കാണിച്ചത്. ഇപ്പോൾ തേർഡ് ഗിയറിൽ വാഹനം ഇങ്ങനെ പോവുകയാണ്. വീണ്ടും വണ്ടിക്ക് മൂവ് ആക്കുന്നു, ഫോർത്ത് കൊടുക്കുന്നു. ഇപ്പം നാലാമത്തെ ഗിയറിൽ ഇങ്ങനെ പോവുകയാണ്. ഇങ്ങനെ പോകുന്ന സാഹചര്യങ്ങളിൽ തുടക്കക്കാർക്ക് സംഭവിക്കുന്ന ഒരു മിസ്റ്റേക്ക്, ഫോർത്തിൽ നിന്ന് പെട്ടെന്ന് നമ്മളുടെ ഗിയർ ഒന്ന് ഡൗൺ ചെയ്ത് തേർഡിലേക്ക് ഇടണം എന്നുള്ള ചിന്തയിൽ ക്ലച്ച് ചവിട്ടിയിട്ട് തേർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഇപ്പം വണ്ടി ഇവിടെ ഒതുക്കിയിട്ടൊന്ന് ഞാൻ കാണിച്ചു തരാം. അത് കാണിച്ച അപകടം ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഒതുക്കിയിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ ഫോർത്ത് ഗിയറിൽ ഇങ്ങനെ പോകുന്നു. പെട്ടെന്ന് തേർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനായിട്ട് ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്യും. ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഗിയർ മാറിയിട്ട്, അതായത് തേർഡിൽ നിന്ന് മാറിയിട്ട് ഇത് ഇങ്ങനെ അറിയാതെ ഫസ്റ്റ് ഗിയറിലേക്ക് വരും. ഫസ്റ്റ് ഗിയറിലേക്ക് വരുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത്? ഒരു ഫോർത്ത് ഗിയറിൽ നമ്മുടെ വാഹനം പോകുമ്പോൾ ഏകദേശം ഒരു 40-45 കിലോമീറ്റർ വേഗതയിലാണ് പോകുന്നത്. പെട്ടെന്ന് നമ്മൾ വാഹനത്തിൻ്റെ ഗിയർ ഒന്ന് ഡൗൺ ചെയ്ത് തേർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ അറിയാതെ ഫസ്റ്റ് ഗിയറിലേക്കാണ് വരുന്നതെങ്കിൽ തീർത്തും വാഹനത്തിൻ്റെ വേഗത കുറയുന്ന ഒരു സിറ്റുവേഷനിലേക്ക് ഗിയറിലേക്കാണ് വീഴുന്നത്. അപ്പോൾ നല്ല ടോർക്കും പവറോടും കൂടിയ ഒരു ഗിയറാണ് ഫസ്റ്റ് ഗിയർ. അങ്ങനെ ഗിയറിലേക്ക് വീഴുന്ന സാഹചര്യങ്ങളിൽ വാഹനത്തിൻ്റെ ഉള്ളിൽ നമ്മൾ പെട്ടെന്ന് സഡൻ ബ്രേക്ക് ചെയ്യുന്നതിന് സമാനമായിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് ഉണ്ടാകുന്നത്. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? പെട്ടെന്ന് ഫസ്റ്റ് ഗിയറിലേക്ക് വീഴുമ്പോൾ പുറകിൽ മറ്റ് വാഹനം ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് നമ്മുടെ വണ്ടിയുടെ വേഗത കുറയുമ്പോൾ പുറകിൽ നിന്ന് വരുന്ന വാഹനം നമ്മുടെ വണ്ടി ഇടിക്കും. അതോടൊപ്പം തന്നെ നമ്മളുടെ വാഹനത്തിൻ്റെ ഉള്ളിൽ മറ്റ് യാത്രക്കാരുണ്ടെങ്കിൽ കൃത്യമായിട്ട് അവരൊക്കെ ഇത്തരത്തിൽ മുന്നിലേക്ക് വരും. മുഖമൊക്കെ ചെന്ന് ഇടിക്കാൻ സാധ്യതയുണ്ട്. വലിയ അപകടങ്ങളിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ നേരിട്ട് ഫസ്റ്റ് ഗിയറിലേക്ക് കൊടുക്കുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർത്തിൽ പോകുന്നു. വീണ്ടും കാണിച്ചു തരാം. ഇപ്പോൾ നാലാമത്തെ ഗിയറിലാണ് പോകുന്നത്. പെട്ടെന്ന് നമ്മുടെ വണ്ടി ഇവിടെ സ്ലോ ചെയ്യണം. സ്ലോ ചെയ്യാനായിട്ട് മെല്ലെ ബ്രേക്ക് വന്ന് വണ്ടി സ്ലോ ചെയ്തുകൊണ്ട് ഇപ്പോൾ 40 കിലോമീറ്റർ വേഗതയിൽ നിന്ന് മെല്ലെ 15-10 കിലോമീറ്ററിലേക്ക് വന്നപ്പോൾ ഞാൻ മെല്ലെ ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു. ഈ സമയത്ത് വണ്ടി റണ്ണിങ്ങിലാണ്. അതിനുശേഷം ക്ലച്ചിൽ നിന്ന് കാലയച്ച് മെല്ലെ പോകുന്നു. ഒരു പ്രത്യേക ബാലൻസോടെ ചെയ്യണം. അല്ലാതെ നമ്മൾ ഫോർത്ത് ഗിയറിൽ പോകുമ്പോൾ നേരിട്ട് പെട്ടെന്ന് ഒരു ഫസ്റ്റ് ഗിയർ ഇട്ട് കഴിഞ്ഞാൽ ഇതുണ്ടോ
ഇങ്ങനെ സംഭവിക്കും. ഇവ തമ്മിലുള്ള ഒരു വ്യത്യാസം. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ വീഡിയോയിൽ നിന്ന് കിട്ടിയെന്ന് കരുതുന്നു. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും നിങ്ങളൊരു വാഹനം ഡ്രൈവ് ചെയ്യുമ്പോൾ ഇത്തരത്തിൽ ഫസ്റ്റ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനായിട്ട് പാടില്ല. ഇത് നിങ്ങൾ കൃത്യം ഒരു ബാലൻസോടെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്തൊരു ദിവസം കാണാം. ഇത്തരത്തിലുള്ള നിങ്ങളുടെ സംശയങ്ങൾ തീർച്ചയായിട്ടും വീണ്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീണ്ടും പുതിയ വീഡിയോകളായിട്ട് ഞാൻ ചെയ്തിരുന്നതാണ്. ഓക്കെ, ബൈ. ശ്രദ്ധിക്കുക, ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കുക.